ഇന്ന് വ്യാഴാഴ്ച കൊണ്ട് ഞാൻ കുളിച്ചിട്ടൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരം വൈകിപ്പോയി. അപ്പം മക്കൾക്ക് സന്തോഷേട്ടന് നേരത്തെ പോകാണ്ടായിരുന്നു. ഞാനിച്ചിരി അവിൽ കുഴച്ച് കൊടുത്തു സന്തോഷേട്ടന്. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. പിന്നെ ഞാൻ അരിഭക്ഷണം ഒരു നേരം കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഗോതമ്പ് റവേൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതൊന്ന് വറക്കുകയാണ്. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറിയതാണ്. ഗോതമ്പിൻ്റെ റവ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക്. മോൾക്ക് ഒന്ന് സ്കൂളിൽ പോകാൻ നേരം വൈകി. അപ്പോൾ മഴ പെയ്യുന്ന ഒച്ചയാണ്, ഷീറ്റിൻ്റെ മുകളിൽ വീഴുന്ന ഒച്ചയാണ് കേൾക്കുന്നത്. അപ്പോൾ മോളെ വേഗം വെളിച്ചെണ്ണയൊക്കെ തേപ്പിച്ച് കുളിക്കാൻ പറഞ്ഞയക്കുകയാണ്. മൂക്കുള്ള മഴയെ കൊണ്ട് മൂക്ക് വെള്ളം ചൂടാക്കണം. അപ്പോൾ മൂക്കുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് അവളുടെ തലയൊക്കെ ഒന്ന് ഈരി കൊടുക്കണം. ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കുക. നമുക്ക് വലിയ ഉള്ളിയും ക്യാരറ്റും പച്ചമുളകും ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇന്ന് മഴയെ കൊണ്ട് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ സമയം നമ്മളേക്ക് മിറ്റൊക്കെ അടിച്ച് വരി നായ്ക്കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി കുളിക്കേനു. ഇന്ന് മഴയെ കൊണ്ട് അതൊന്നും കഴിഞ്ഞില്ല. ഇനി മോള് സ്കൂളിൽ കൊണ്ടാക്കി വന്നിട്ട് വേണം മിറ്റൊക്കെ അടിച്ച് വരി നായ്ക്കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്നുകൂടെ മേലൊക്കെ ഒന്ന് കഴുകാൻ. ഇതിപ്പോൾ രാവിലെ എനിക്ക് വ്യാഴാഴ്ച ഞാൻ മീൻ കൂട്ടാത്തതിനെ കൊണ്ട് കുളിച്ചിട്ട് വേണം ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ മിറ്റം അടിച്ച് വരാനും നായ്ക്കൂടൊക്കെ വൃത്തിയാക്കാൻ നടന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ നേരം വയ്ക്കും. അതിനെക്കൊണ്ട് ഞാൻ വേഗം തന്നെ കുളിച്ച് അടുക്കളയിലേക്ക് കയറി. അപ്പോൾ ഈ ഉള്ളിയൊക്കെ നല്ലോണം വാടട്ടെ. ഉള്ളിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്, അല്ല വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇന്നലെ കറണ്ടില്ലാത്തതിനെ കൊണ്ട് മോളെ യൂണിഫോം ഞാൻ ഇസ്തിരി ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് യൂണിഫോം ഒക്കെ ഒന്ന് ഇസ്തിരി ഇടാം. വെള്ളം നന്നായി തിളക്കട്ടെ കേട്ടോ. ഇസ്തിരി ഇട്ട് വരുമ്പോഴേക്ക് വെള്ളമൊക്കെ തിളച്ച് പിന്നെ ഇതിലേക്ക് നമുക്ക് അരിയിടാം. ഗോതമ്പ് റവയാണ്. ഇനി അവിടെ കിടന്ന് വേകട്ടെ കേട്ടോ. നമുക്ക് അടച്ച് മൂടിയിട്ട് വേവിക്കാം. അപ്പോൾ ഇതാ അരിയൊക്കെ ഉപ്പുമാവൊക്കെ പാകമായിട്ടുണ്ട്. ഇനി മോളെ സ്കൂളിൽ കൊണ്ടാക്കി വന്നിട്ട് വേണം ചായ കുടിക്കാൻ. അപ്പോൾ അത് ഇറക്കി വെക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മോള് അടുപ്പിൻ്റെ അടുത്ത് എന്തോ കളിക്കുകയാണ്. ഇനി ഞങ്ങളിത് കഴിക്കട്ടെ.